എന്തെങ്കിലും തെളിവ് കിട്ടിയോടോ? നോ സാർ. ഏത് പന്ന മോനാണ് ചെയ്തത്? ഒരു തെളിവ് പോലും ഇല്ലാതെ കൊന്നു കളഞ്ഞിരിക്കുന്ന പിന്നെ ഈ പോലീസുകാർക്ക് എന്തുണ്ടാക്കാണ് നിൽക്കുന്നത്? ഏതവനായാലും അവന് എന്റെ കൈ കിട്ടിയ എന്തായി കാര്യങ്ങളൊക്കെ? നിങ്ങളോ? ഹെൻറി അവരെ കൊന്നു കളഞ്ഞല്ലോടാ പാവത്തിന്. അതെ, ഒന്ന് പ്രണയിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴേക്കും ഹെൻറി വിഷമിക്കാതെ ആരോ കരുതി കൂടി ടോർച്ചർ ചെയ്താ കൊന്നിരിക്കുന്ന. ആരെയായാലും നമ്മൾ കണ്ടുപിടിക്കും. അതിപ്പോ പോലീസ് കണ്ടുപിടിച്ചാലും നമ്മൾ കണ്ടുപിടിച്ചാലും മരണം അത് നമ്മുടെ കൈ കൊണ്ടായിരിക്കും. എനിക്കതോ വല്ലാണ്ട് പേടിയാവുന്നു. ബേബി, നീ എന്തിനാ പേടിക്കുന്നേ? നിനക്കൊന്നും ഉണ്ടാവില്ല. ഞാൻ സമ്മതിക്കില്ല അതിന്. എനിക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് ഓർക്കുമ്പോ. ഹേയ്, ഡോണ്ട് വറി ലിയോ. എന്താ കെവിൻ? എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു. സാറ, നീ ക്ലാസ്സിലേക്ക് വെക്കോ, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. പറയൂ കെവിൻ. ലിയോ, എനിക്ക് നിന്നെ ഹെൻറിയും ചെറുപ്പം തൊട്ട് അറിയാം. കാരണം നമ്മൾ ഒരുമിച്ച് പഠിച്ചവരാണ്. പക്ഷേ ഇവിടെ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും ആ ഒരു തന്നോട് കാട്ടുന്നില്ല. എനിക്കറിയാം അതിൻ്റെ റീസൺ. കാരണം നീ അന്നെ പ്രപ്പോസ് ചെയ്തപ്പോൾ എനിക്കന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ബിക്കോസ് ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇതിനു മുന്നേ ഒരാണിനോടോ പെണ്ണിനോടോ ആരോടും എനിക്കൊരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. ആ ടൈമിൽ നീ എന്നെ വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ അതൊക്കെ ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിപ്പോയി. നിന്നോട് എനിക്ക് എന്ത് തരം ഫീലിങ്സ് ആണെന്ന് അറിയാണ്ടായിപ്പോയി. നിന്നെ അവിടെ വെച്ച് നേരിട്ട് കാണുമ്പോൾ എല്ലാം എനിക്ക് എന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എൻ്റെ സെക്ഷുവാലിറ്റിയിൽ തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവാൻ തുടങ്ങി. ഒരുപാട് ചിന്തിച്ചതിന് ശേഷം പിന്നീട് എനിക്ക് എൻ്റെ ഉത്തരം കിട്ടി. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഐ ലവ് യു. കെവിൻ, നീ പറഞ്ഞെല്ലാം ശരിയാണ്. ഞാൻ കേൾക്കുകയും ചെയ്തു. ബട്ട് അതൊക്കെ അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചൊരു കാര്യമല്ലേ. ആ ടൈമിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള കാര്യത്തിൽ ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. നിന്നെ കണ്ടപ്പോൾ ചെറുതായിട്ട് എനിക്കൊരു അട്രാക്ഷൻ അടിച്ചതായിരുന്നു. അല്ലാതെ മറ്റൊന്നും ആയിരുന്നില്ല. അത് എൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ്. നിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചതിൽ. അവിടുന്ന് പോയിക്കഴിഞ്ഞ ശേഷമാണ് എനിക്ക് എൻ്റെ യഥാർത്ഥ സെക്ഷുവാലിറ്റി മനസ്സിലായത്. അമ്മ ഗേ. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, എൻ്റെ സാറ. ഹായ് ഗൈസ്, ഞാൻ വന്നു. സാരയായിരുന്നോ നിന്റെ ഗേൾ ഫ്രണ്ട്? അപ്പോൾ അന്ന് മരിച്ച പെണ്ണല്ലേ? അല്ല, അത് ജിമ്മിൻ്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു, ലൂണ. കെവിന് നിനക്ക് അറിയില്ലായിരുന്നോ? ഈ കോളേജിലുള്ള എല്ലാവർക്കും അറിയാലോ ഇവർ കപ്പിൾസ് ആണെന്നുള്ള കാര്യം. ഇല്ലായിരുന്നു. ഞാൻ വേറെ കാര്യം പറയാനാ വന്നേ. പോലീസിന് നിർദ്ദേശം ഉണ്ടായിരുന്നു ആ ഡെഡ് ബോഡി കിടന്ന ഭാഗത്തേക്ക് സ്റ്റുഡൻസ് ആരും പോകരുതെന്ന്. അപ്പോൾ നിങ്ങളോട് കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഏയ് ഇല്ല, അങ്ങോട്ട് പോകില്ല. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. എത്ര നാളെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകാതിരിക്കുന്ന ലൈബ്രറി ഏരിയ അല്ലേ. ഇതുപോലെ ഒരു പുസ്തകം വായിച്ചില്ല ചത്തൊന്നും പോത്തില്ല. കുറച്ചാളത്തെ കാര്യമല്ലേ ഉള്ളൂ. ഒന്ന് നീ ഒന്ന് സഹിക്കടാ. അവിടെ എന്താ ശബ്ദം? എടോ, ഇന്നെങ്കിലും എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല സാർ. എനിക്ക് മനസ്സിലാവാത്ത ഇതിൽ സൈക്കോ ആണോന്ന്. അതായത് പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കൊല്ലുന്ന അത്തരം ഒരു സൈക്കോ. ഇതൊരു സൈക്കോ ആവാൻ സാധ്യതയില്ല സാർ. അതെന്താണ് താൻ അങ്ങനെ പറഞ്ഞത്? സാർ, സീരിയൽ കില്ലേഴ്സിനായാലും സൈക്കോസിനായാലും ഓരോ മെത്തേഡ് ഉണ്ട്. അവർ ആ മെത്തേഡ് അനുസരിച്ച് കൊല്ലുള്ളൂ. ഇതൊരു മുൻവൈരാഗ്യം വെച്ച് ചെയ്ത പോലെ ഉണ്ട് സാർ. കാരണം ആദ്യം വെള്ളത്തെ മുക്കി കൊല്ലാൻ നോക്കിയിട്ട് പിന്നെ അതിനുശേഷം വടിവെച്ച് മാരകമായിട്ട് അടിച്ചു കൊല്ലുകയായിരുന്നു. എന്നാൽ താൻ ആ രണ്ട് പെൺകുട്ടികളെ പറ്റി ഇവിടുത്തെ സ്റ്റുഡൻസിനോട് തിരക്ക്. അവർക്ക് അങ്ങനെ ശത്രുക്കളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന്. ഓക്കെ സാർ.
നോ നോ നോ, ഇത് ആരാ ചെയ്യുന്നേ? ആരോടെ ഇവരോട് ഇത്ര വൈരാഗ്യമുള്ളത്? പോലീസ് പറയുന്നത് കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതാരോ മുൻവൈരാഗ്യം കൊണ്ട് ചെയ്യുന്ന പോലെ. അതായത് ലൂണയെ കൊന്നതിനേക്കാൾ ക്രൂരമായിട്ടാണ് ഇവളെ കൊന്നിരിക്കുന്നത്. കളിച്ച് കളിച്ച് എന്റെ പെങ്ങളെടുത്തവരെയായി. കാർത്തി, എനിക്കവനെ കണ്ടുപിടിക്കണം. എന്റെ ഈ കൈ കൊണ്ട് തന്നെ അവനെ കൊന്നു കളയണം. എടാ, എന്തെങ്കിലും തെളിവ് കിട്ടിയോ? ഇല്ലടാ, ഇപ്രാവശ്യവും ആ കില്ലർ നമ്മളെല്ലാരെയും പൊട്ടന്മാരാക്കി. എന്തായാലും എല്ലാരും പറയാറുണ്ടല്ലോ, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്ന്. അതുപോലെ ഒരിക്കൽ ഞങ്ങളുടെ ഈ കൈ കിടന്ന് അവൻ പിടയും. എന്നാൽ എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത കാര്യം, അവൾ എന്തിനാ രാത്രി ആ കോളേജിലേക്ക് പോയത്? എക്സ്ക്യൂസ് മീ, താനല്ലേ ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ ബ്രദർ? യെസ് സർ, ഞാൻ തന്നെയാ. തന്റെ പെങ്ങളെ പറ്റി ഞാൻ നല്ലപോലെ അന്വേഷിച്ചു. ആർക്കും ഒരു നല്ല അഭിപ്രായം ഇല്ലല്ലോടോ. അതുപോലെ അതിന് മുന്നേ മരിച്ച പെൺകുട്ടിയും ഈ കുട്ടിയുടെ ഫ്രണ്ട് ആയിരുന്നു അല്ലേ? രണ്ടുപേരെയും പറ്റിയും അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല പറയുന്നത്. എല്ലാം റാഗിങ്ങിന്റെ ക്യൂൻസ് ആയിരുന്നു അല്ലേ? സർ, ഒരു ക്യാമ്പസ് ലൈഫ് ആകുമ്പം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റാഗൊക്കെ ചെയ്യും. അത് പതിവുള്ള കാര്യമാണ്. സാറും ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതേ എൻ്റെ അനിയത്തിയും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്ന രീതിയിൽ അവൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. റാഗിങ് ഒന്നും അത്ര നല്ല പരിപാടിയല്ല. ഞാനും ചെയ്തിട്ടുണ്ട്, പക്ഷെ ആർക്കും ഹാർംഫുൾ ആവുന്ന രീതിയിൽ ഒന്നും ചെയ്യാറില്ല. പക്ഷെ തൻ്റെ അനിയത്തി അങ്ങനെയൊന്നും അല്ല ചെയ്തിരിക്കുന്നതെന്നാണ് ഇവിടുത്തെ സ്റ്റുഡൻസ് പറയാറ്. അവളെ ദേഹോപദ്രവം ചെയ്യുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോ സർ, അവൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറയും. ഇതൊക്കെ അവളുടെ വൈരാഗ്യമുള്ളവർ കെട്ടിച്ചമഞ്ഞുണ്ടാക്കിയ കാര്യങ്ങളാണ്. ചിലപ്പോൾ അവളെ കൊന്നവള് തന്നെയാണെങ്കിലോ ഇതൊക്കെ പറഞ്ഞു പരത്തുന്നത്. ആരായാലും അവൾ ഈ കാണിച്ചു തരണം സാർ. എല്ലാം ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട്. എല്ലാവരും പോലെ ഞാൻ അത്ര മണ്ടനാണെന്നാരും വിചാരിക്കരുത്. കണ്ടുപിടിക്കുമ്പോൾ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഓ, എനിക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്നു കാർത്തി. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഏയ്, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. നമുക്ക് ആരായാലും കണ്ടുപിടിക്കണം. ലിയോ, നീ എവിടെ നിന്നേ? എന്താടാ, എന്താ കാര്യം? എനിക്ക് ആ കില്ലറിനെ പിടിക്കാതെ ഒരു സമാധാനം ഇല്ലടാ. ഇന്ന് 3-ാം ദിവസമായി. അവൻ എല്ലാ പ്രാവശ്യവും ഈ 2 പേരെ കൊന്നതും 3 ദിവസം ഇടവിട്ടിട്ടല്ലേ. അപ്പോൾ ഇന്നൊരു മരണം നടക്കാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. നമ്മളിന്ന് ക്യാമ്പസിൽ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചിലപ്പോൾ അവനെ പിടിക്കാൻ സാധിക്കും. കാർത്തി ഇന്നിവിടെ ഇല്ല. അതുകൊണ്ട് നീ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ. നമുക്ക് പോയാലോ? നീ പറഞ്ഞ ശരിയാ. ഇന്നത്തോടുകൂടി എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കണം. അവനെ വെച്ചേക്കരുതെന്ന്. ശരി, ഞാനൊരു വൈകുന്നേരം 6:30 ആകുമ്പോൾ ക്യാമ്പസിനുള്ളിൽ കാണും. നീ അപ്പോഴത്തേക്ക് വന്നാൽ മതി. പുറത്തെല്ലാം നിരീക്ഷിക്കണം, ആരെങ്കിലും ഉണ്ടോയെന്ന്. അകത്തെ കാര്യങ്ങൾ കടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. എന്നിട്ട് വേണം നീ അകത്തേക്ക് വരാൻ. ശരി, എല്ലാം നീ പറയുന്ന പോലെ. ഹെൻറി, നീ അവിടെ നിന്നേ. ബെഞ്ചമിനെ കില്ലറെ കൊല്ലാൻ ക്യാമ്പസിലേക്ക് പോയെങ്കിലും പിഴച്ചു പോയൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് കില്ലർ ഒരാളായിരുന്നില്ല. ഇരുട്ടടിക്ക് മുന്നിൽ ബെഞ്ചമിന് പിടിച്ചേക്കാൻ സാധിച്ചില്ല. അവൻ ജീവനും കൊണ്ട് ക്യാമ്പസിന് പുറത്തേക്ക് ഓടി. നിങ്ങളോ?